ഓം ശാന്തി. 30/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, തൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ. തൻ്റെ സമയം പരചിന്തനത്തിൽ വേസ്റ്റ് ചെയ്യരുത്. സ്വയം ചെയ്യുകയാണെങ്കിൽ ലഹരിയുണ്ടാകും. മുഴുവൻ കൽപ്പത്തിലെയും ദീർഘയാത്ര കഴിഞ്ഞ് ആത്മാവ് തികച്ചും ഡിസ്ചാർജായി ഇരിക്കുകയാണ്. പിന്നെയും ചാർജ് ചെയ്യുന്നതിന് ബാബയെ ഓർമ്മിക്കണം. ശ്രീമത്തനുസരിച്ച് നടക്കണം. ശക്തികളും ഗുണങ്ങളും നിറയ്ക്കണം. നിറയെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കാരണം അടുത്ത നാടകത്തിനായി, അടുത്ത ദീർഘയാത്രയ്ക്കായി തയ്യാറെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനാൽ ബാബ പറയുന്നു, തൻ്റെ സമയം വ്യർത്ഥ ചിന്തനത്തിൽ, പരചിന്തനത്തിൽ വേസ്റ്റ് ആക്കരുത്. പകരം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ബാറ്ററി എങ്ങനെ ചാർജ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. നാം സ്വയം താൽപ്പര്യമെടുത്ത് ചെയ്യുകയാണെങ്കിൽ ലഹരി ഉണ്ടാകും. മറ്റാരെങ്കിലും പറഞ്ഞ് അവർ പറഞ്ഞതിനാൽ ചെയ്യുന്നു എന്നാണെങ്കിൽ അത്രയും ലഹരി ഉണ്ടായിരിക്കില്ല. ചോദ്യം: ജ്ഞാനം 1 സെക്കൻഡിൻ്റേതായിട്ടും ബാബയ്ക്ക് ഇത്രയും ഡീറ്റെയിലായി മനസ്സിലാക്കിക്കേണ്ട, അതായത് ഇത്രയും സമയം നൽകേണ്ട ആവശ്യം എന്തുകൊണ്ടാണ്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ ജ്ഞാനം തരുന്നതിന് ശേഷം കുട്ടികൾ നന്നാകുന്നുണ്ടോ ഇല്ലയോ ഇതും ബാബ നോക്കുന്നുണ്ട്. പിന്നീട് നന്നാക്കുന്നതിനായി ജ്ഞാനം തന്നുകൊണ്ടും ഇരിക്കുന്നു. മുഴുവൻ ബീജത്തിൻ്റെയും വൃക്ഷത്തിൻ്റെയും ജ്ഞാനം തരുന്നു. ഇത് കാരണം ബാബയെ ജ്ഞാനസാഗരൻ എന്ന് പറയുന്നു. 1 സെക്കൻഡിൻ്റെ മന്ത്രം തന്ന് പോവുകയാണെങ്കിൽ ജ്ഞാനസാഗരൻ എന്ന ടൈറ്റിൽ ലഭിക്കില്ല. ജ്ഞാനം 1 സെക്കൻഡിൻ്റേതാണ് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അത് തീർച്ചയായും ശരി തന്നെയാണ്. എന്നാൽ ആ 1 സെക്കൻഡ് വരെ എത്തുന്നതിന് സമയമെടുക്കുന്നു. അതായത് ഈ ജ്ഞാനം മനസ്സിലാകുന്നതിനും അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനും സമയമെടുക്കുന്നു. മാത്രമല്ല, ജ്ഞാനസാഗരനായ ബാബ 1 സെക്കൻഡിൽ കാര്യം പറഞ്ഞിട്ട് പോവുകയല്ല, അത് പറഞ്ഞ് നന്നായി മനസ്സിലാക്കിച്ച് തരികയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ജ്ഞാനം തരികയാണ്. ഈ വൃക്ഷത്തെക്കുറിച്ചും വൃക്ഷത്തിൻ്റെ ബീജമായ ബാബയെക്കുറിച്ചും ബാബ നന്നായി പറഞ്ഞു തരുന്നു. ഈ അറിവിൻ്റെ ആധാരത്തിലാണ് നമ്മൾ സ്വയം നമ്മെ നന്നാക്കിയെടുക്കുന്നത്. നമ്മൾ ഏത് സ്ഥിതിയിലായിരുന്നു, ഇപ്പോൾ ഏത് സ്ഥിതി വരെ എത്തിയിരിക്കുന്നു, ഇനി തിരിച്ചെങ്ങനെ ആ ഉയർന്ന സ്ഥിതിയിലേക്ക് എത്തും എന്നതിനെക്കുറിച്ച് നാം അറിഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് നാം നമ്മെ തന്നെ ഉയർത്തി എടുക്കുകയാണ്. രചനയെക്കുറിച്ചും രചയിതാവിനെക്കുറിച്ചും ഉള്ള ജ്ഞാനം നൽകുന്നതുകൊണ്ടാണ് ബാബയെ ജ്ഞാനസാഗരൻ എന്നും പറയുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ചിന്തനത്തിലും തൻ്റെ സമയം കളയരുത്. തൻ്റെ തന്നെ ലഹരിയിൽ ഇരിക്കണം. സ്വയം തന്നെ പ്രതി ചിന്തിച്ച് ആത്മാവിനെ സത്തോ പ്രധാനമാക്കി മാറ്റണം. 2. നരനെ നാരായണനാക്കുന്നതിന് അന്തിമകാലത്ത് ഒരേ ഒരു ബാബയുടെ മാത്രം ഓർമ്മ ഉണ്ടാകണം. ഈ ഉയർന്ന യുക്തിയെ മുന്നിൽ വെച്ചുകൊണ്ട് പുരുഷാർത്ഥം ചെയ്യണം, ഞാൻ ആത്മാവാണ് എന്ന്. ഈ ശരീരം മറന്നുപോകണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിച്ച് തൻ്റെ അമൂല്യ സമയം പാഴാക്കരുത്. ഇത് കലിയുഗത്തിലെ സമയമല്ല, സംഗമയുഗമാണ്. ഈ സംഗമയുഗത്തിലെ ഓരോ സെക്കൻഡും അമൂല്യമാണ്. കലിയുഗത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഈ സംഗമയുഗം വ്യർത്ഥമാക്കരുത്. തൻ്റെ തന്നെ ലഹരിയിലിരിക്കണം. എപ്പോഴാണോ സ്വയം താൽപ്പര്യപ്പെട്ട് ചെയ്യുന്നത്
അപ്പോഴാണ് തൻ്റെ ലഹരി ഉയരുന്നത്, അത് നിലനിൽക്കുകയും ചെയ്യുന്നു. സ്വയം തന്നെക്കുറിച്ച് ചിന്തിച്ച് സ്വയം തന്നെ സതോപ്രധാനമാക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നരനിൽ നിന്ന് നാരായണനാകുക എന്നത് എല്ലാ ബ്രാഹ്മണ കുട്ടികളുടെയും ലക്ഷ്യമാണ്. ഈ ലക്ഷ്യത്തിലെത്തുന്നതിന് അന്തിമകാലത്ത് ഒരേയൊരു ബാബയെ തന്നെ ഓർമ്മിക്കണം. അന്തിമകാലത്ത് ഒരേയൊരു ബാബയുടെ മാത്രം ഓർമ്മ വരുന്നതിന് നാം ഈ സമയമെല്ലാം ബാബയുടെ തന്നെ ഓർമ്മയിലിരിക്കണം. മുഴുവൻ സമയവും ആരെയാണോ ഓർമ്മിച്ചത് അവരുടെ ഓർമ്മയായിരിക്കും അന്തിമത്തിലും വരുന്നത്. എല്ലായ്പ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ആത്മാവാണ്. ഈ ആത്മാവാണ് എന്ന പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാബയെ സഹജമായും ഓർമ്മിക്കാൻ സാധിക്കുന്നത്. വരദാനം: ദാതാവിൻ്റെ ദാനത്തെ സ്മൃതിയിൽ വെച്ച് സർവ മമത്വത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന ആകർഷണ മുക്തരായി ഭവിക്കട്ടെ. പല കുട്ടികളും പറയുന്നു, ഇവരോട് എനിക്ക് പ്രത്യേകിച്ച് മമത്വമില്ല, പക്ഷേ ഇവരുടെ ഈ ഗുണം വളരെ നല്ലതാണ്, അല്ലെങ്കിൽ ഈ സേവനത്തിൻ്റെ വിശേഷത വളരെയുണ്ട്. എന്നാൽ ഏതെങ്കിലും വ്യക്തിയിലോ വൈഭവത്തിലോ തുടർച്ചയായി സങ്കല്പം പോകുന്നതും ആകർഷണമാണ്. ആരുടെയെങ്കിലും വിശേഷത കണ്ടു, ഗുണങ്ങൾ കണ്ടു, സേവനം കണ്ടു, എന്നാൽ ദാതാവിനെ മറക്കരുത്. ഇത് ദാതാവിൻ്റെ ദാനമാണ്. ഈ സ്മൃതി മമത്വത്തിൽ നിന്നും മുക്തം, ആകർഷണമുക്തമാക്കി മാറ്റും. ആരിലും പ്രഭാവിതരാകില്ല. ആരുടെയെങ്കിലും ഗുണങ്ങളോ വിശേഷതയോ നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതും ഒരു ആകർഷണമാണ്. ഏത് വിശേഷതയും ഗുണങ്ങളും ശക്തികളും സേവനവും ദാതാവിൻ്റെ ദാനമാണ്. ബാബ അവർക്ക് നൽകിയതാണ്. അവരിലൂടെ ആ കർമ്മം അല്ലെങ്കിൽ ആ വിശേഷത ഗുണം പ്രകടമാകുകയാണ്. ആ പ്രകടനം കണ്ട് ആ വ്യക്തിയിൽ അല്ലെങ്കിൽ വൈഭവത്തിൽ പെട്ടുപോകരുത്. അത് ആകർഷണമാകുന്നു. പകരം ദാതാവിനെ ഓർമ്മിക്കുന്നതിലൂടെ ആകർഷണമുക്തരായിരിക്കും, മമത്വമുക്തരായിരിക്കും. ആരിലും പ്രഭാവിതരാകില്ല. സ്ലോഗൻ: അലഞ്ഞു നടക്കുന്ന ആത്മാക്കൾക്ക് ലക്ഷ്യം നൽകൂ, ഭഗവാനുമായി കൂടിക്കാഴ്ച നടത്തിക്കൂ. ഇങ്ങനെയുള്ള ആത്മീയ സോഷ്യൽ വർക്കർ ആകൂ. ഓം ശാന്തി.